കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, എന്റെ പേര് അശ്വതി. ഞാൻ ലേൺവൈസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് അറിയാം, ലേൺവൈസ് നിങ്ങളുടെ കൂടെ ത്രൂ ഔട്ട്, നിങ്ങളുടെ ഒരു ഇഗ്നോ സ്റ്റുഡന്റ് ജേർണിയിൽ നിങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ വർഷവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ, പാസ്റ്റ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷവും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അതിന്റെ 4th സീസൺ ഓഫ് അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഇഗ്നോ ഫോക്കസ് 4.0യുടെ പാർട്ടായിട്ട് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BComനും BBAക്കും കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബിസിനസ് ലോ, BCOC 133 ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പർ. അപ്പൊ ആ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും നിങ്ങൾക്ക് വരാൻ പോകുന്ന ജൂൺ 2025 എക്സാമിനേഷന് സക്സസ്ഫുൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സാം കോൺഫിഡന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് 1 by 1 ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം BCom ജനറൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനും BCom ഇപ്പൊ Fകാർക്കും ഈ പേപ്പർ വരുന്നുണ്ട്. പ്ലസ് നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ BBAക്കാർക്കും പഠിക്കാനുള്ള ഒരു തിയറി പേപ്പറാണ് ബിസിനസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BCOC 133 ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പർ 100 മാർക്സിന്റെ തിയറി പേപ്പറാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഒരു സിലബസിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഡാറ്റ ഡ്രിവൻ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനാണ്. അതായത് എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് ഓരോ ഏരിയസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനത്തെ ഒരു ട്രെൻഡ് ആണ് എക്സാമിനേഷന് നമ്മൾ കണ്ടുവരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡോക്യുമെന്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു PPTന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു റോഡ് മാപ്പിലൂടെ നമ്മൾ കടക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റ് വൈസും ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു ഏരിയാസിലോട്ട് നിങ്ങളുടെ ആ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ 2020 to 2024 മുതലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ഏതൊക്കെ ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിന്റെ മാർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്, അപ്പൊ ഏതൊക്കെ ഒരു രീതിയിലുള്ള ഏരിയാസ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം പാറ്റേൺ അനാലിസിസ് വഴി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അടുത്തത് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരേ ബ്ലോക്കിൽ നിന്ന് ഒരേ ഏരിയാസിൽ നിന്ന് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാം എക്സാമിനർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചില ഏരിയാസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തൊരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. നമ്മൾ ഈ ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്രയും കഴിഞ്ഞ എക്സാംസിന് ഇത്ര ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ജൂൺ 2025 എക്സാമിനേഷന് ഏതൊക്കെ ഏരിയാസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ആ ഒരു ട്രെൻഡ് അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാനും അതിന്റെ ഒരു പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ ആണ്. നമ്മൾ കഴിഞ്ഞു പോയ ആ ഒരു ട്രെൻഡും പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു പ്രഡിക്റ്റീവ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഗ്നോ എക്സാമിന് വരുന്ന സെയിം ഫോർമാറ്റില് സെയിം പാറ്റേണിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കൂടുതൽ
എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അടുത്തത് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യനെ പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും കീ എലമെന്റ്സ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് ടു ദ പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ആൻസർ പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പൊ ആ ഒരു എങ്ങനെ വേണം നിങ്ങൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിന് ടു ദ പോയിന്റ് ആൻസർ ചെയ്യണം എന്നുള്ള കുറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് മെത്തഡോളജി കോൾ ഔട്ട്. മെത്തഡോളജി കോൾ ഔട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യമേ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞാണ്, നമ്മൾ ഏകദേശം ഒരു 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഒഫീഷ്യൽ സിലബസും കാര്യങ്ങളും എല്ലാം തന്നെ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഹൈ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് അവരുടെ ആ ഒരു വെയിറ്റ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ട്, ഓരോ ടോപ്പിക്സും കൂടുതൽ വരുന്നതിനനുസരിച്ച് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് ആ ഒരു നിങ്ങളുടെ ഒരു കറണ്ട് എക്സാമിനേഷന് വരാൻ പോകുന്ന ഒരു ട്രെൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അനലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സിലബസ് മാപ്പിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ബേസിക്കലി നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ BCOC 133 നോക്കുന്ന സമയത്ത് 6 ബ്ലോക്സോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റ് വരുന്നുണ്ട്, ഓരോ യൂണിറ്റിന്റെ അണ്ടറിൽ ഡിഫറെന്റ് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ആ സിലബസ് മാപ്പിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ്, ഏതൊക്കെ ബ്ലോക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏതൊക്കെ യൂണിറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് സിലബസ് മാപ്പിംഗ് ടേബിൾ ആണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ നോക്കുന്ന സമയത്ത് എവറി ടൈം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. ഏകദേശം 12 പ്രാവശ്യം അപ്പിയറൻസസ് നമ്മൾ കഴിഞ്ഞ ഒരു 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് 12ഓളം പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഏരിയാസിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ റെലവൻസ് ഏത് കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം, ഹൈ കാറ്റഗറി റെലവൻസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 നോക്കുന്ന സമയത്ത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആ ഒരു ഏരിയസിൽ നിന്ന് 14 തവണ അപ്പിയറൻസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ റെലവൻസ് ഏരിയ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാറ്റഗറി ഏരിയനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 കപ്പാസിറ്റി ഓഫ് പാർട്ടീസിൽ നിന്ന് ഏകദേശം 8 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറി റെലവൻസ് കാറ്റഗറിയിൽ നമുക്ക് ആ ഒരു ഏരിയനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫ്രീ കൺസെന്റ് എന്ന് പറയുന്ന ഏരിയ 10 തവണ അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമുക്ക് അത് ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ബ്ലോക്ക് 2 വരുന്ന സമയത്ത് യൂണിറ്റ് 5 കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്ട് ഏകദേശം 11 പ്രാവശ്യമാണ് അപ്പിയറൻസ് വന്നിട്ടുള്ളത്. ഹൈ റെലവൻസുള്ള ഏരിയ ആയിട്ട് വേണം അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 6 വോയിഡ് അഗ്രിമെന്റ്സ് ആൻഡ് കണ്ടിൻജന്റ് കോൺട്രാക്ട്സ് 7 പ്രാവശ്യം അപ്പിയറൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് 13 പ്രാവശ്യം അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് ഏരിയ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 റെമഡീസ് ആൻഡ് ക്വാസി കോൺട്രാക്ട്സ് അപ്പിയറൻസസ് 9 ടൈംസ് വന്നിട്ടുണ്ട്. നമ്മളൊരു മീഡിയം കാറ്റഗറിയിലാണ് ആ ഒരു ഏരിയനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് യൂണിറ്റ് 9 ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 10 പേയ്മെന്റ് ആൻഡ് പ്ലസ് 11 ടൈംസ് വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് കാറ്റഗറി. ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഏജൻസി 7 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം റെലവന്റ് കാറ്റഗറി. ആൻഡ് ബ്ലോക്ക് 4 യൂണിറ്റ് 12 വരുന്ന സമയത്ത് ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഏകദേശം 6 പ്രാവശ്യം വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 13 റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് 4 ടൈംസ് അപ്പിയറൻസ് ലോ റെലവന്റ് കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ഡിസൊല്യൂഷൻ ഓഫ് ഫേം 6 ടൈംസ് അപ്പിയറൻസ് വന്നിട്ടുണ്ട്. മീഡിയം റെലവന്റ് കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് 3 ടൈംസ് അപ്പിയറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് റെലവൻസ് ലോ കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ബ്ലോക്ക് 5 യൂണിറ്റ് 16 നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ 8 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം റെലവന്റ് കാറ്റഗറി. ബ്ലോക്ക് 5 യൂണിറ്റ് 17 കണ്ടീഷൻസ് ആൻഡ് വാറന്റീസ് 6 അപ്പിയറൻസസ് മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 5 യൂണിറ്റ് 18 ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി അപ്പിയറൻസസ് 7 ടൈംസ് റെലവൻസ് മീഡിയം. ബ്ലോക്ക് 5 യൂണിറ്റ് 19 റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ 4 ടൈംസ് അപ്പിയറൻസ് വന്നിട്ടുള്ള രീതിയിലും ആൻഡ് റെലവൻസ് നമ്മൾ ലോ കാറ്റഗറിയിലുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 6 വരുന്ന സമയത്ത് യൂണിറ്റ് 20 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് പാർട്ടീസ് അപ്പിയറൻസസ് 6 ടൈംസ് മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 6 യൂണിറ്റ് 21 പ്രൊമിസറി നോട്ട്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക് ആൻഡ് 8 ടൈംസ് ആണ് അപ്പിയറൻസ് വന്നിട്ടുള്ളത്. മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 6 യൂണിറ്റ് 22 നെഗോസിയേഷൻ 5 ടൈംസ് ആണ് മീഡിയം കാറ്റഗറി. ബ്ലോക്ക് 6 യൂണിറ്റ് 23 പ്രസന്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് 5 ടൈംസ് മീഡിയം കാറ്റഗറി. ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻസും കാറ്റഗറൈസേഷനും പോകുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ തന്നെ എന്താണ്, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. അതിൽ തന്നെ ഹൈ കാറ്റഗറി ഉള്ള ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കവർ ചെയ്യുക.
നെക്സ്റ്റ് മീഡിയം കാറ്റഗറി, ദെൻ ലോ കാറ്റഗറി. ഇത്രയും ഞാനിപ്പോ ആ ഷെയർ ചെയ്തിട്ടുള്ള സ്ക്രീനിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും പോകാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അത്രയും ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളത് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് സിലബസ് മാപ്പിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് ടോപ്പിക് അപ്പിയറൻസസിന്റെ ബേസിസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹൈ കാറ്റഗറി ഓഫ് ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നിട്ടുള്ള അപ്പിയറൻസസിനെയൊക്കെ നമ്മൾ ഹൈ കാറ്റഗറി ആയിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. മീഡിയം എന്ന് പറയുന്നത് ഏകദേശം 5 to 9 അപ്പിയറൻസസ് ആണ്. ലോ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 അപ്പിയറൻസസ് ആണ്. ആ ഒരു ടേബിളിൽ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മള് ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ഇവൻ ദോ ആ ടേബിൾ ഞാൻ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫസ്റ്റത്തെ 2 ബ്ലോക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴും ഹൈ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു നമ്മൾ കാണാറുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 ആണ് ഏറ്റവും മേജർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളിൽ ക്വസ്റ്റ്യൻസ് വരുന്നതിൽ നിന്ന് മുന്നിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 3, ബ്ലോക്ക് 5 ആൻഡ് ബ്ലോക്ക് 6, ദെൻ ബ്ലോക്ക് 4. ഈ ഒരു ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. അതിനുശേഷം ബ്ലോക്ക് 3ലോട്ടും നെക്സ്റ്റ് ബ്ലോക്ക് 5ലോട്ടും പിന്നെ ബ്ലോക്ക് 6, ദെൻ ബ്ലോക്ക് 4. ആ ഒരു ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ഒരു ചാർട്ട് നോക്കുന്ന സമയത്തും ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് ഒരു ഡോമിനേറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡാർക്കർ കളേഴ്സ് സൂചിപ്പിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്കുകളും കാര്യങ്ങളും യൂണിറ്റുകളുമാണ് നമ്മൾ കൂടുതൽ കാണാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോക്ക് 1ൽ തന്നെ ആ ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഫസ്റ്റത്തെ ടേബിളിൽ തന്നെ 12 ടൈംസും 14 ടൈംസും 10 ടൈംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 1, 2, 3, 4 നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ആൻഡ് പിന്നെ ബ്ലോക്ക് 3 ഈ ഒരു ലെവലിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഡീപ്പർ കളേഴ്സ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് കാണിക്കുന്നത്. അടുത്തത് ഹൈയൽഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ടേബിൾ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2 ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഏരിയസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്, മ്യൂച്വൽ എഗ്രിമെന്റ്, ഇമ്പോസിബിലിറ്റി, അപ്പിയറിംഗ് കൺസിസ്റ്റന്റ്ലി, എന്താണ് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അക്രോസ് ഇയേഴ്സിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. വീണ്ടും 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 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. നമുക്ക് സെക്ഷൻ 10ൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏകദേശം സെക്ഷൻ 10ൽ തന്നെ ഒരു 10 ഐറ്റംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫ്രീ കൺസെന്റ്, കൺസിഡറേഷൻ, വാലിഡ് ഓഫർ, വാലിഡ് അക്സെപ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു വാലിഡ് കോൺട്രാക്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. സെക്ഷൻ 10ലാണ് ആ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. ഏകദേശം 10 കാര്യങ്ങൾ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു 10 പോയിന്റും മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത് എന്നുള്ളതിന്റെ ബേസിസിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഫെബ്രുവരി 2021 മുതൽ ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുന്ന സമയത്ത് കൂടുതൽ എസ് എ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. ഏകദേശം 15 to 20 മാർക്സിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വരാറുണ്ട്. അതായത് നിങ്ങൾക്ക് 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഏകദേശം 20 മാർക്കിനോളം ഏത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 300 to 400 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലനേറ്ററി. 5 to 10 മാർക്സിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 100 to 150 വേർഡ്സിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 5 to 10 മാർക്സിനാണ്. 150 to 200 വേർഡ്സിന്റെ കൗണ്ട് ആണ് വരാറുള്ളത്. പിന്നെ ഡെഫിനിഷൻ വിത്ത് ഇലസ്ട്രേഷൻ 5 to 10 മാർക്സിനാണ് വരാറുള്ളത്. 150 to 200 വേർഡ്സിന്റെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് MCQ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1 or 2 മാർക്സിനാണ് വരാറുള്ളത്. ജസ്റ്റ് 1 or 2 ആൻസറിൽ എഴുതുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. പിന്നെ കേസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ 10 to 15 മാർക്സിന് വരാറുണ്ട്. 200 to 300 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിലെല്ലാം വന്നോളന്നില്ല. യൂഷ്വലി എപ്പോഴും എസ് എ ടൈപ്പും ഷോർട്ട് നോട്ട് ടൈപ്പും ഒക്കെ എപ്പോഴും തന്നെ വരാറുണ്ട്. MCQ ടൈപ്പ് അധികം കാണാറില്ലെങ്കിൽ പോലും ബാക്കിയുള്ള പാറ്റേൺസ് ഒക്കെ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കാണാറുണ്ട് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം.
ഇഗ്നു നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്ത് ഞാൻ പറഞ്ഞ പോലെ എസ്എ ടൈപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏകദേശം 15 to 20 മാർക്സിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഡിസ്കസ് ദ റെമഡീസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതൊരു 15 to 20 മാർക്സിനാണ് സാധാരണ വരാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എക്സാമിനർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു 300 to 400 വേർഡ്സിൽ നിങ്ങൾ ലീഗൽ സൈറ്റേഷൻസും കാര്യങ്ങളും എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആൻസർ ചെയ്യേണ്ടി വരും. ഷോർട്ട് നോട്ട് വരുന്ന സമയത്ത് ആ ഒരു പ്രിസിഷനും ആ ഒരു എബിലിറ്റി ടു സമ്മറൈസ് എന്ന് വെച്ചാൽ ചുമ്മാ വലിച്ചു വാരി എഴുതാണ്ട് ടു ദ പോയിന്റ് വേണ്ട കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരുന്നുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഡോക്ട്രിൻ ഓഫ് കാവറ്റ് എംപ്ടം, ഈ ഒരു ടോപ്പിക് വരുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ലെറ്റ് ബയർ ബിവെയർ എന്നുള്ളതാണ് അവിടുത്തെ ഒരു മെയിൻ ഒരു കൺസെപ്റ്റ് വരുന്നത്. കാവറ്റ് എംപ്റ്റർ എന്ന് പറയുന്ന ഒരു ടേമിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ എന്താണ് ആ ഒരു മെയിൻ തീം അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ ആ ഒരു സത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മെയിൻ ആയിട്ടുള്ള അതിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങൾ വിട്ടുപോവാണ്ട് ആ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. എക്സാമ്പിൾസ് 1-2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 100 to 150 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാരിസൺ. ഏതെങ്കിലും 2 പോയിന്റ് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അതിനെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും എഴുതേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. കോയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ത്രട്ടൺ ചെയ്യാണ്, ഭീഷണിപ്പെടുത്തുന്നതിനാണ് കോയേഷൻ എന്ന് പറയുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ മേലെയുള്ള ഒരു റിലേഷന്റെ ആ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മറ്റൊരാളെ കോൺട്രാക്റ്റിലോട്ട് എൻറ്റർ ചെയ്യാൻ, അഗ്രിമെന്റിലോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറും പേഷ്യന്റും അല്ലെങ്കിൽ ഒരു ടീച്ചറും സ്റ്റുഡന്റും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. മറ്റൊരു കോയേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ത്രെട്ടനിങ് ആണ് വരുന്നത്. എന്തെങ്കിലും ആയുധം വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളെ ഞാൻ കൊല്ലുന്നോ, നിങ്ങളെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നോ, ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് കോയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റിയോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ടാബുലർ ഫോമിൽ ഒരു 2 സൈഡിൽ കോയേഷനും അൺഡ്യൂ ഇൻഫ്ലുവൻസും എഴുതിയിട്ട് അതിന്റെ ഒരു ബേസിസ് പോയിന്റ്സ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ വൃത്തിക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. യൂഷ്വലി 5 to 10 മാർക്സിനൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അറൌണ്ട് 150 to 200 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആൻസർ ചെയ്യേണ്ടി വരും. അടുത്തൊരു ഡെഫിനിഷൻ വിത്ത് ഇലസ്ട്രേഷൻ ആ. ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒരു ടേം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ അതിന് ഡെഫിനിഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൺസിഡറേഷൻ ആസ് പെർ സെക്ഷൻ 2D. 2Dയിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വരുന്നത്. അപ്പൊ ആ കൺസിഡറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ചിലപ്പോൾ എഴുതേണ്ടി വരും. ഇപ്പോ ഞാൻ വേറൊരാളുടെ അടുത്ത് നിന്ന് ഒരു കാർ മേടിക്കാം. അപ്പൊ എനിക്കുള്ള കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റിൽ എനിക്ക് കാർ കിട്ടുന്നതാണ് എന്റെ കൺസിഡറേഷൻ. മറ്റേ ആൾക്ക് എന്താണ്? ആ കാറിന്റെ വില 5 ലക്ഷം രൂപയ്ക്ക് കാർ മേടിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം കൺസിഡറേഷൻ എന്ന് പറയുന്നത് 5 lakh rupees ആണ്. അപ്പൊ ആ ഒരു എക്സാമ്പിൾ കാര്യങ്ങൾ കോട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ക്ലാരിറ്റിയോടുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്താ ആൻസർ എഴുതാൻ വേണ്ടി നോക്കുക. ഏകദേശം 5 to 10 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 150 to 200 വേർഡ്സിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു 150 to 200 വേർഡ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്തത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആ ഒരു ഫെബ്രുവരി 2021 മുതൽ ഡിസംബർ 2024 വരെ ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ൽ നിന്നുമാണ് കൂടുതൽ പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അറൌണ്ട് 23% ബ്ലോക്ക് 1ൽ നിന്നും 25% ബ്ലോക്ക് 2ൽ നിന്നുമാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ എത്രയായി? അപ്പൊ തന്നെ ആയി ഏകദേശം 48%. നിങ്ങൾക്ക് 100 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 48 മാർക്സിനോളം എത്ര ഇതിൽ നിന്നാണ് വരുന്നത്? ബ്ലോക്ക് 1ൽ നിന്നും ബ്ലോക്ക് 2ൽ നിന്നും വരുന്നു എന്നാണ് പറയുന്നത്.
പറയുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 3 19%, ബ്ലോക്ക് 4ൽ നിന്ന് 13%, ബ്ലോക്ക് 5ൽ നിന്ന് 11% ആൻഡ് ബ്ലോക്ക് 6ൽ നിന്ന് 8%. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫസ്റ്റ് ആ ഒരു ആദ്യത്തെ 2 ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുക, നെക്സ്റ്റ് തേർഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം മറ്റുള്ള ബ്ലോക്കുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ പാറ്റേൺ ആ ഒരു ഹൈലൈറ്റ്സ് കഴിഞ്ഞ ആ ഒരു എന്താ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആ ഒരു 2021 മുതൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. അവരുടെ ആ ഒരു എന്താ പ്രൊമിനൻസ് വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു 20% ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നെങ്കിൽ 2024 ആയപ്പോഴത്തേക്കും 25% ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എന്താ ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആർ ഗ്രാജുവലി റൈസിങ്. ഡിസ്റ്റിങ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒരുപാടെണ്ണം തന്നെ വരുന്നുണ്ട്. എസ് എ ടൈപ്പ് ഡോമിനൻസ് ഈസ് സ്ലോലി ഡിക്ലൈൻ എന്ന് വെച്ചാൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പണ്ടൊക്കെ ഒരു 45%ഓളം ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിലും ഇപ്പൊ എന്താണ് 35%ലോട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു അസസ്മെന്റ് ഫോമാറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഡിക്ലൈൻ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു സ്ലൈഡിൽ വരുന്നത്. പ്രിപ്പറേഷൻ ടിപ്പ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം, ഒരു 3 മണിക്കൂർ 180 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ടൈമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടുന്നത്. 100 മാർക്സിന്റെ പേപ്പറാണ് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വരുന്ന സമയത്തിനനുസരിച്ച് ആ കിട്ടുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസിനും ആ ഒരു ടൈം അലോട്ട് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എസ് എ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു 15 to 20 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അനലൈസ് ചെയ്യുക. ഏകദേശം ഒരു എന്താ 15 to 20 മാർക്സിനാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യന് ഒരു 45 മിനിറ്റ്സ്, അതായത് 2 ക്വസ്റ്റ്യനും കൂടിയിട്ട് ഒരു 90 മിനിറ്റ്സ് അലോട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഷോർട്ട് നോട്ട്സ് വരുന്ന സമയത്ത് ഏകദേശം 5 to 10 മാർക്സിനാണ് വരുന്നുണ്ടാവുക. അപ്പൊ ഒരു ക്വസ്റ്റിന് ഏകദേശം ഒരു 30 മിനിറ്റ്സ്, ഒരു ക്വസ്റ്റിന് ഏകദേശം ഒരു 15 മിനിറ്റ്സ്, 2 ക്വസ്റ്റിനും കൂടെ കൂടിയിട്ട് ഒരു 30 മിനിറ്റ്സ് അലോട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് ആൻസർ ചെയ്യുക. പിന്നെ ഡിസ്ട്രിക്ഷൻ ആൻഡ് ഡെഫിനിഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റിന് ഒരു 20 മിനിറ്റ്സ്, ആ രണ്ടിനും കൂടെ ഒരു 40 മിനിറ്റ് അലോട്ട് ചെയ്യുന്ന രീതിയിൽ. പിന്നെ നിങ്ങൾക്കൊരു ബാലൻസ് ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും ബാക്കി ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കാരണം നമുക്ക് ഏറ്റവും ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടോ, എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടില്ലേ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും അണ്ടർലൈൻ ചെയ്യാനൊക്കെ നമുക്ക് ഈ ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സിന്റെ ബേസിസിൽ കഴിഞ്ഞ 10 ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പ്രാവശ്യമായിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ 12.8% വന്നിട്ടുള്ളത് വാലിഡ് കോൺട്രാക്ട് യൂണിറ്റ് 1ൽ നിന്നും, പിന്നെ കൺസിഡറേഷൻ യൂണിറ്റ് 5ൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ പിന്നെ അടുത്ത കാറ്റഗറി വരുന്നത് ഇന്റർമിനിറ്റി വേഴ്സസ് ഗ്യാരണ്ടി, ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ, റെമഡീസ് ഫോർ ബ്രീച്ച് തുടങ്ങിയിട്ടുള്ള ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ്, ക്വാസി കോൺട്രാക്ട്സ്, കോയേഷൻ വേഴ്സസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ബെയിൽമെന്റ്, ക്യാവറ്റ് എംപ്റ്റർ, ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്നൊക്കെ എന്താണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചെങ്കിലും നോക്കിയിട്ട് തന്നെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. അതായത് എപ്പോഴും വരുന്ന നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ 10 പ്രാവശ്യത്തോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ 10 അണ്ടറിലുള്ള എലമെന്റ്സും കാര്യങ്ങളും നിങ്ങൾ എഴുതുക. ഏകദേശം 6 പ്രാവശ്യത്തോളം വന്ന ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ, ഡിഫൈൻ കൺസിഡറേഷൻ, എക്സ്പ്ലെയിൻ ദ ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ. ഏകദേശം 6 പ്രാവശ്യത്തോളം വന്നിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ സെക്ഷന്റെ അണ്ടറിലുള്ള കറക്റ്റ് ഡെഫിനിഷൻസും കാര്യങ്ങളും ഒന്ന് എഴുതി പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അടുത്തത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇന്റർമിനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. 2 ടൈപ്പിലുള്ള സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആണ്. അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഒന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടി നോക്കുക. അടുത്തത്, ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ, സ്റ്റേറ്റ് കണ്ടീഷൻസ് ഫോർ വാലിഡ് റാറ്റിഫിക്കേഷൻ. ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇപ്പോ ഒരു ഏജന്റിന്റെ പ്രിൻസിപ്പളിന്റെ സമ്മതം ഇല്ലാണ്ട് ഏജന്റ് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലേറ്ററോട് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻസിപ്പൾക്ക് വേണമെങ്കിൽ ഓക്കെ ഏജന്റ് ചെയ്തത് ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അയാളുടെ അസെന്റ് അറിയിക്കാൻ പറ്റും, അയാളുടെ സമ്മതം അറിയിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതിന്റെ സിറ്റുവേഷൻസും കാര്യങ്ങളും കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡിസ്കസ് റെമഡീസ് അവൈലബിൾ ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് ഏതെങ്കിലും ഒരു പാർട്ടി ബ്രീച്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് റെമഡീസ് ഉള്ളത്. അപ്പിയറൻസ് കൗണ്ട് 5 ടൈംസോളം വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ക്യാവറ്റ് എംപ്റ്റർ, എക്സ്പ്ലെയിൻ എക്സെപ്ഷൻസ് ടു ദ ഡോക്ട്രിൻ. എന്താണ് ലെറ്റ് ദ ബയർ ബിവെയർ എന്നാണ് യൂഷ്വലി പറയാം. നമ്മളൊരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ അത് ബയറുടെ റെസ്പോൺസിബിലിറ്റിയാണ് നോക്കി സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത്, അല്ലെ.
ഞാനിപ്പോ ഒരു സാധനം മേടിക്കാൻ പോവാണെങ്കിൽ സെല്ലർ അല്ല എനിക്ക് എല്ലാം കാണിച്ചു തന്ന് ഇന്ന ഇതൊക്കെ ഓക്കെയാണെന്ന് പറയണത്. ബയറായ ഞാൻ എന്ത് ചെയ്യണം, വാങ്ങിക്കുന്ന സാധനങ്ങൾ മാക്സിമം നോക്കിയും കണ്ടും തന്നെ മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആ ഒരു പ്രിൻസിപ്പിളാണ് കെ ബൈ ടെംപ്റ്ററിൽ വരുന്നത്. അപ്പൊ അതിന്റെ എക്സെപ്ഷൻസ്, ആ ഒരു റൂളിൽ ചില എക്സെപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്, ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അടുത്തത് ഡിഫൈൻ ബെയിൽമെന്റ്, ഡിസ്കസ് എസെൻഷ്യൽ ആൻഡ് ടൈപ്സ് ഓഫ് ബെയിൽമെന്റ്. എന്താ, ഏകദേശം 4 പ്രാവശ്യത്തോളം വന്നിട്ടുള്ളതാണ്. ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പർപ്പസ് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സാധനം തിരിച്ചു മേടിക്കും. ഇപ്പൊ ജസ്റ്റ് ഒരു കോട്ടൺ ക്ലോത്ത് ഒരു ടൈലർക്ക് കൊടുക്കുകയാണ്, എന്തിനു വേണ്ടിയിട്ട്, സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു പേന കൊടുക്കുകയാണ്, എന്റെ ഫ്രണ്ടിന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പേനയില്ല, അപ്പൊ ഞാൻ എന്റെ പേന അയാൾക്ക് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെയിൽമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ എസെൻഷ്യൽ ടൈപ്സ് ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ എന്താ, ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കും, ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള ഒരു പേയ്മെന്റ് ആണ് വരുന്നത്. പക്ഷെ ഞാൻ ഫ്രണ്ടിന് ഒരു പേന എക്സാമിന് എഴുതാൻ വേണ്ടി കൊടുക്കുന്നത് നോൺ ഗ്രാറ്റുഷ്യസ് നേച്ചറിലുള്ളതാണ്. അപ്പൊ ടൈപ്സ് ഓഫ് ബെയിൽമെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോയഷൻ ആൻഡ് അൺഡു ഇൻഫ്ലുവൻസ്. കോയഷനും അൺഡു ഇൻഫ്ലുവൻസും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കുക. ഏകദേശം 4 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റൈറ്റ് എക്സ്പ്ലനേറ്ററി നോട്ട്സ് ഓൺ ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് ഏകദേശം 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഒരു കോൺട്രാക്ട് അല്ല, ചിലപ്പോൾ ലീഗലി ചില കാര്യങ്ങൾ കൊണ്ട് ഒരു കോൺട്രാക്ട് ആയി ഫോം ആവുന്നതാണ് ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ. ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, സിറ്റുവേഷൻസും എക്സാമ്പിൾസും ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെന്താണ് 10th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് പ്രൂഫ്സ്. നമുക്കിപ്പോ എവിടെന്നെങ്കിലും ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരാളെ വാച്ച് നമുക്ക് കളഞ്ഞു കിട്ടി, നമ്മൾ എന്തൊക്കെയാണ് ആ വാച്ച് കിട്ടിയ ആൾക്ക് എന്തെല്ലാം ഡ്യൂട്ടീസും എന്തെല്ലാം റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എന്നുള്ളത് ഇങ്ങനെ റിയൽ ലൈഫ് എക്സാമ്പിൾസും കാര്യങ്ങളും വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഏകദേശം 4 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും സ്ലൈഡുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എസെൻഷ്യൽ എലിമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ബ്ലോക്ക് 1 യൂണിറ്റ് 1 6 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. ഏകദേശം 15 മാർക്കോളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ വരാറുണ്ട്. കൺസിഡറേഷൻ ആൻഡ് ലീഗൽ റോൾസിൽ നിന്ന് 6 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. 10 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇൻഡെമിനിറ്റി വേഴ്സസ് ഗ്യാരണ്ടി ബ്ലോക്ക് 3 യൂണിറ്റ് 9 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 10 മാർക്കോളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ബ്ലോക്ക് 3 യൂണിറ്റ് 1 5 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റെമഡീസ് ഫോർ ബ്രീച്ച് ബ്ലോക്ക് 2 യൂണിറ്റ് 8 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 10 മാർക്കിനോളാണ് ഏകദേശം ആവറേജ് മാർക്ക് കൗണ്ട് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കാവേ ടെംപ്റ്റർ ആൻഡ് എക്സെപ്ഷൻസ് ബ്ലോക്ക് 5 യൂണിറ്റ് 7 യൂണിറ്റ് 17 എത്ര അപ്പിയറൻസ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 10 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. ബെയിൽമെന്റ് ആൻഡ് എസെൻഷ്യൽ ടൈപ്സ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 4 ടൈംസ് വന്നിട്ടുണ്ട്. 10 മാർക്സ് ആണ് ആവറേജ് മാർക്ക്. കോയഷൻ വേഴ്സസ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ബ്ലോക്ക് 1 യൂണിറ്റ് 4 മാർക്സിന് 10 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ക്വാസി കോൺട്രാക്ട് ബ്ലോക്ക് 2 യൂണിറ്റ് 8 അപ്പിയറൻസ് കൗണ്ട് 4 ടൈംസ് ആണ്, 5 മാർക്സിനാണ് ആവറേജ് വന്നിട്ടുള്ളത്. ഫൈൻഡർ ഓഫ് ലോ സ്കൂൾസ് ബ്ലോക്ക് 3 യൂണിറ്റ് 10 അപ്പിയറൻസ് കൗണ്ട് 4 ടൈംസ് ആണ്, ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 10 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കേട്ടോ. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. പിന്നെ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈം. എന്താ, നിങ്ങൾ എപ്പോഴും എക്സാമിന് മുമ്പ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കീ ടേംസ്, ഇപ്പൊ കൺസിഡറേഷൻ എപ്പോഴും വരുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ടേംസും കാര്യങ്ങളും ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾസിന്റെ ഹെൽപ്പോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക. ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് എൻഷുർ ചെയ്യുക. പിന്നെ എന്താണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ്
മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് തന്നെ ആലോചിച്ചിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക. ഏതൊക്കെ വേണം, ഫസ്റ്റ് എന്ത് ചെയ്തണം, ഞാൻ ഡെഫിനേഷൻ എഴുതണോ, ഇൻട്രൊഡക്ഷൻ എഴുതണോ, ലീഗൽ ബേസിസ്, കേസ് ലോ, എനിക്ക് ഇത് റിലേറ്റഡ് എന്തെങ്കിലും കേസ് ലോ അറിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നിങ്ങൾ അതൊന്ന് സ്ട്രക്ചർ ചെയ്യുക. അപ്പൊ ഒരു വീട് പണിക്ക് മുമ്പ് നമ്മൾ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യില്ല, അതേപോലെ നിങ്ങൾ മൈൻഡിലെങ്കിലും അതൊന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റിയോട് കൂടെ ആൻസർ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ക്രോസ് റിവൈസ് വിത്ത് സിലബസ് ബ്ലോക്സ്. എന്താണ്, നമുക്ക് ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് ഏതൊക്കെ ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണ്, ഏതൊക്കെ ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണെന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രോബബിലിറ്റിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പിയറൻസസ് ഡിവൈഡ് ബൈ ടോട്ടൽ പേപ്പേഴ്സ് ഇൻറ്റു 100 ആണ്. എന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ആ ഒരു അപ്പിയറൻസിന് ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സ്, നമ്മളിപ്പോൾ 6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്, ഇൻറ്റു 100. 6 വർഷം എന്ന് പറയുന്നത് ഒരു 2021 മുതൽ നമ്മൾ ഫെബ്രുവരി 2021 മുതൽ ഡിസംബർ 2024 വരെയുള്ള ഇൻ ബിറ്റ്വീൻ വന്നിട്ടുള്ള BCOC 133ന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഓരോന്നിന്റെയും ബേസിൽ നമ്മൾ ഇപ്പൊ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയുന്ന പോലെ നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് സെയിം ഇതിന്റെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഈ ഏരിയാസ് നിങ്ങൾ ഒരിക്കലും മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ബ്ലോക്ക് 1 60% പ്രോബബിലിറ്റി ഉള്ള ഏരിയ ആണ്. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് 70%, ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 40%, യൂണിറ്റ് 5 കൺസിഡറേഷൻ 60%, യൂണിറ്റ് 7 ബ്ലോക്ക് 2 ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് 50%, ബ്ലോക്ക് 2 യൂണിറ്റ് 8 റെമഡീസ് ആൻഡ് ക്വാസി കോൺട്രാക്ട് 50%. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസും പിന്നെ എന്താണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ബ്ലോക്ക് 3 ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി 50% മീഡിയം കാറ്റഗറിയിൽ, ബ്ലോക്ക് 3 ബെയിൽമെൻ ആൻഡ് പ്ലഡ്ജ് 40% മീഡിയം കാറ്റഗറി, ബ്ലോക്ക് 3 യൂണിറ്റ് 11 ഏജൻസി 40% മീഡിയം കാറ്റഗറി, ബ്ലോക്ക് 5 യൂണിറ്റ് 17 കവേ ടെംപർ ആൻഡ് കണ്ടീഷൻസ് 40% മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് അത് 7 പ്രാവശ്യത്തോളം 10 അറ്റംപ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 7 പ്രാവശ്യത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ആ ഒരു എന്താ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ട് വേണ്ടി പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. കൺസിഡറേഷൻ, ഡിസ്ചാർജ് ആൻഡ് റെമഡീസ്, ഫ്രീ കൺസെന്റ് ആൻഡ് ഏജൻസി തുടങ്ങിയിട്ടുള്ളതൊക്കെ എല്ലാ പ്രാവശ്യവും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും വീണ്ടും കാണാവുന്ന ഏരിയാസ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചിട്ട് വേണ്ടിയിട്ട് പോകാൻ തന്നെ ട്രൈ ചെയ്യുക കേട്ടോ. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു കേസ് ബേസ്ഡ് കാര്യങ്ങൾ വെച്ചിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് റീകോൾ ചെയ്യാൻ, ഓർമ്മിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. റിയൽ ലൈഫ് സിനാരിയോസ്, ഡിഫൈൻ റൂൾ എക്സാമ്പിൾ ഫോർമാറ്റിൽ, അതായത് ഇപ്പൊ ഓഫർ എന്താണ്, ഓഫറിന്റെ ഡെഫിനിഷൻ, അതിന്റെ റൂൾസ്, അതിന്റെ എക്സാമ്പിൾ, ആ ഒരു ഫോർമാറ്റിൽ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മീഡിയം പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് 40 to 69% നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കണ്ടതാണ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട്, കൺസിഡറേഷൻ, റെമഡീസ്, ഡിസ്ചാർജ്, ഗ്യാരണ്ടി, ബെയിൽമെൻ കൺസെന്റ്, ഏജൻസി, കാവേ ടെംപർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ഫ്ലാഷ് കാർഡ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ ചെറിയ നോട്ട്സോ കാര്യങ്ങളൊക്കെ എഴുതി, സ്റ്റിക്കി നോട്ട്സോ അങ്ങനെയൊക്കെ എഴുതിയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടേംസ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ മെമ്മറിയിലും അതൊന്നും കൂടെ സ്റ്റോർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവും കേട്ടോ. അത് കൂടാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഏതെങ്കിലും പാസ്റ്റ് എസ്സേ ആൻഡ് ഷോർട്ട് നോട്ട് ഫോർമാറ്റ്സ് കാര്യങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ആക്ച്വലി എന്താ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതല്ല, നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് മറ്റുള്ള ഏരിയാസ് കവർ ചെയ്തതിന് ശേഷം ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വായിച്ചെങ്കിലും ഒന്ന് വിടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ഏരിയാസും കൂടുതൽ വരുന്ന ആ ഒരു എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്, ഓഫേഴ്സ് ആൻഡ് അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, അതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസും പ്രോബബിലിറ്റിയും കാണിക്കുന്ന ഒരു ചാർട്ടാണ് ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഈച്ച് ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും വരാൻ ചാൻസ് ഉള്ളതായിട്ടുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുക. അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഒരു അനാലിസിന്റെ ബേസിസിൽ നമ്മൾ എന്താണ് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഈ എക്സാക്ട് എല്ലാ ക്വസ്റ്റ്യൻസും വരണം എന്നല്ല, പക്ഷെ നമുക്ക് ആ ഒരു ട്രെൻഡ് അനാലിസിന്റെ ബേസിസിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ഈ പ്രാവശ്യം എക്സാമിന് വരാം. അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ആൻസേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലേൺ വൈസിലെ സ്റ്റുഡൻസിന് നിങ്ങളുടെ ആപ്പിലെ ആൻസർ കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഒരു എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇഗ്നോയുടെ എക്സാമിന്റെ സെയിം ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എത്ര 8-9 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന്റെ മാർക്സ് 20 മാർക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ, an offer must be distinguished from an invitation to treat. Explain this distinction with illustrations including examples of advertisement and auctions. എന്താണ് ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും രണ്ടാണ്. ഓഫർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് ചില കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളും ഓഫറിന്റെ ഒക്കെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ലീഗൽ പൊസിഷൻ ഓഫ് ക്രോസ് ഓഫർ, സ്റ്റാൻഡിംഗ് ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ യൂസിങ് ഹൈപ്പോത്തറ്റിക്കൽ കേസസ്. എന്താണ്, നമുക്ക് ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഫേഴ്സ് ഉണ്ട്. ക്രോസ് ഓഫേഴ്സ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാണ്ട് നടത്തുന്ന ഓഫേഴ്സ് ആണ് ക്രോസ് ഓഫർ. സ്റ്റാൻഡിംഗ് ഓഫർ എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ടൈമിലോട്ട് ആ ഓഫർ നിൽക്കുന്നുണ്ട്, നമുക്കൊരു ടൈം പീരീഡ് ഇല്ല, കുറച്ചധികം കാലത്തേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് ആണ്. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരാളിപ്പോ പറയാണ് ഞാൻ 50,000 റുപ്പീസിന് നിന്റെ വീട് മേടിച്ചോളാം, മറ്റേയാള് പറയാണ് 50,000 അല്ല 60,000 ആണെങ്കിൽ ഞാൻ വിൽക്കാം. അപ്പൊ ആ ഒരു കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല, മറ്റ് വേറൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കുന്നതാണ് കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിൻ്റെതായ എന്താ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഏകദേശം 20 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിലെ ക്വസ്റ്റ്യൻ, എ പാർട്ടിലെ ക്വസ്റ്റ്യൻ, ഓൺലി പേഴ്സൺസ് competent to contact and enter into valid contracts. Discuss this principle in the context of context of contracts by minors with reference to section 10 and 11 of Indian Contract Act. അതായത് സെക്ഷൻ 10-ലും 11-ലും പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയാസ് പല ആളുകൾക്കും എന്താണ്, നമുക്ക് ആ ഒരു കോമ്പിറ്റൻസി ടു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇപ്പൊ ലൂണാറ്റിക്സിന് പറ്റില്ല, എന്താ നമ്മുടെ ആ ഒരു മൈനേഴ്സിന് പറ്റില്ല, ലോ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് കോൺട്രാക്ട്സ് ബൈ മൈനേഴ്സും പിന്നെ സെക്ഷൻ 11-ലുള്ള ആൾക്കാരെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് രണ്ടും റെഫർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ബി കേസ് സ്റ്റഡി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. രവി ഏജ് 17 ഓർഡേഴ്സ് എ ഗെയിമിംഗ് ലാപ്ടോപ്പ് online by misrepresenting his age. Discuss the enforceability of the contract and potential remedies. എന്ന് വെച്ചാൽ നമ്മള് കോൺട്രാക്ട് വിത്ത് മൈനർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസും കാര്യങ്ങളും വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ ലീഗൽ കോൺസിക്വൻസസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത്. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 3 കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. Third question, discuss in detail the legal rules regarding consideration. In your answer, include the principles of advocacy, past consideration, and privity of contract, and evaluate each with a distinct legal scenario. Block 2-ലെ യൂണിറ്റ് 5 consideration and legality of object വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചതിന് ശേഷം എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. Fourth question, you are presented with 3 contracts. Delivery of goods delayed due to flood. Second one, agreement to paint a house where both parties mutually resign. Third one, failure to perform due to insolvency. Analyze each under the modes of discharge of contract. Block 2, Unit 7, performance and discharge എന്നുള്ള ഏരിയാസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. Fifth one, a particular question, outline 5 distinct remedies available for breach of contract under Indian law with examples. Indian law ലുള്ള 5 എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തൊക്കെ ടൈപ്പ് ഓഫ് റെമഡീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് എഴുതുക. ബി പാർട്ട് ക്വസ്റ്റ്യൻ, മിസ്റ്റർ എക്സ് കോൺടാക്ട്സ് with Mr. Y to supply 100 customized shares by a wedding date. Mr. Y cancels the event and refuses delivery. Advise Mr. X എന്തൊക്കെയാണ് ആ ഒരു എന്താ റെമഡി കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്. റെമഡീസ് ആൻഡ് പോളിസി കോൺട്രാക്ട് യൂണിറ്റ് 8 ബ്ലോക്ക് 2 എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് റെമഡിയൽ മെഷേഴ്സും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. സിക്സ്ത് ക്വസ്റ്റ്യൻ, എ പാർട്ടിലുള്ളത്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ, യു ആർ ഗിവൺ 3 suretyship arrangements. Identify whether the surety is discharged in each case and why. Surety not informed of extension of time, change in terms of contract, payment made without surety's consent. Block 3, Unit 9, indemnity and guarantee ൽ നിന്ന് 20 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
Seventh question, A part, define bailment. With examples, explain the essential elements required to constitute a valid contract of bailment. B part, Ramesh leaves his bike with a valet who loses it. Evaluate the bailie's liability and rights in this case. അത് കിട്ടുന്ന ആൾക്ക് എന്തൊക്കെയാണ് അതിന്റെ ലൈബിലിറ്റിയും കാര്യങ്ങളും ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സിന്റെ രീതിയിൽ നമ്മളത് ട്രീറ്റ് ചെയ്യുക കേട്ടോ. ബെൽമൻ ആൻഡ് ബ്ലഡ്ജിലുള്ള 20 മാർക്സിന്റെ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. Eighth one, write short notes on any two of the following. First one, doctrine of caveat emptor and its exceptions. B, duties of an agent under Indian law. C, suit for quantum merit. D, distinction between condition and warranty. Mixed topics are block 3, unit 11, block 5, unit 17, block 2, unit 8, block 6, unit 21. തുടങ്ങിയിട്ടുള്ള ഏരിയാസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പൊ 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ലേൺ വൈസ് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊന്ന് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറും കൂടെ റെഫർ ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. ബാക്കിയുള്ള സ്റ്റുഡൻസ് ടെക്സ്റ്റും കാര്യങ്ങളും കൂടെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ നോക്കുക. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസും കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് പ്രിപ്പറേഷൻസ് നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. സക്സസ്ഫുൾ ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ. താങ്ക് യു.